മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീലമോളെ കൊല്ലാൻ ഒരുങ്ങുന്ന ആളുകൾക്ക് തന്നെ നല്ല തിരിച്ചടി മാർക്കോയും സിദ്ധയെ അമ്മയും ചേർന്ന് കൊടുക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. രാവിലെ തന്നെ മഞ്ജു കിച്ചണിൽ പണിയെടുക്കണ കാണുമ്പോൾ ദുർഗ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇതൊക്കെ ചെയ്യണത്, ഇതെല്ലാം ചെയ്യാൻ ഞാനില്ലേ ഇവിടെയെന്ന് ചോദിക്കുമ്പം എനിക്ക് അമ്മയെ വിശ്വാസമില്ല. ഏടത്തിയും കുഞ്ഞും ഇവിടെ ഉള്ളപ്പം അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ശരിയാവില്ല, ഏടത്തിക്കും കുഞ്ഞിനുള്ള ഭക്ഷണം ഞാൻ തന്നെ കൊടുത്തോളാം, എന്തായാലും ഞാൻ ഓണം കഴിയണ വരെയും ഇവിടെ തന്നെ ഉണ്ടാവും. ഏടത്തിയും കുഞ്ഞും അനന്തേട്ടൻ്റെ വീട്ടിലോട്ട് പോയാലും കണ്ണേട്ടന് ഇവിടെ ഉണ്ടാവുമല്ലോ, കണ്ണേട്ടനും ഇവിടെ സുരക്ഷിതനല്ല, ആ കരുണയും ഉണ്ണി ഇവിടെ ഉള്ളിടത്തോളം കണ്ണേട്ടൻ്റെ ജീവന ആപത്തില്ല. അന്നത്തെ ആ ഒരു കാര്യം എനിക്കിപ്പോഴും മറക്കാൻ പറ്റിയിട്ടില്ല. ശ്വാസം മുട്ടി പെടഞ്ഞ കണ്ണേട്ടനെ ആസ്പത്രിയിൽ കൊണ്ടുപോകാതെ അവൻ കൊല്ലാനല്ലേ നോക്കിയിരുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് നേരാ, എന്തായാലും ഞാൻ മാറിയെന്ന് പറഞ്ഞിട്ട് മോള് വിശ്വസിച്ചിട്ടില്ലല്ലോ, ഇനി മോൾക്ക് എപ്പോഴാണ് വിശ്വാസം ആവണമെന്ന് വിചാരിച്ചാൽ അന്നേരം മോള് വിശ്വസിച്ചാൽ മതി, എന്തായാലും സാഗറും മോളും ഇവിടെ തന്നെ നിന്നോ, അതെനിക്കും സന്തോഷം തന്നെയാണ്. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, ഞാൻ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചത്, എൻ്റെ ഏട്ടനെ ഓർത്തിട്ടാ. ഇപ്പം തന്നെ എൻ്റെ മനസ്സിൽ നല്ലൊരു പേടിയുണ്ട്, ഈ ഓണം കൊളാക്കാൻ വേണ്ടിയിട്ട് കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും എല്ലാവരും ചേർന്ന് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുമെന്ന്. അത് ഞാൻ പല പ്രാവശ്യം സ്വപ്നം കാണുകയും ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചതെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ആരെന്ത് പ്ലാൻ ചെയ്താലും ദൈവഹിതം അനുസരിച്ച് ആ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം എന്നെയും കണ്ണേട്ടനെയും കൊല്ലാനായിട്ട് ഇവിടെ ഉള്ളവർ നോക്കി, എന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇപ്പം തന്നെ ഉണ്ണി കണ്ണേട്ടനെ കൊല്ലാൻ നോക്കിയിട്ട് അതിനുള്ള തിരിച്ചടി കിട്ടിയത് ആർക്കാ? ഉണ്ണിക്ക് തന്നെയല്ലേ. ഞങ്ങൾക്ക് ചുറ്റും സംരക്ഷണം തീർക്കാൻ പലരും ഉണ്ടെന്ന്. ആ സമയം മഞ്ജു പറയുന്നുണ്ട്, അതൊക്കെ നേരെ എടുത്തി, എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ സൂക്ഷിക്കണം. ഇനിയിപ്പോൾ എടുത്തി പോയിട്ട് എന്നാ വന്നേന്ന് വയ്ക്കുമ്പോൾ എന്തായാലും ഞാൻ ഓണം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ലേഹയ്ക്ക് ഭയങ്കര സങ്കടമാണ്, ഞങ്ങളിപ്പോൾ നീലമോളയും കൊണ്ട് കൂടെ പോകുന്നത് തന്നെ ലേഹയ്ക്ക് സഹിച്ചിട്ടില്ല. എപ്പോഴും വീഡിയോ കോൾ ചെയ്ത് മോളെ കാണല ലേഹയ്ക്ക്. അതുമാത്രമല്ല, ഇന്നലെ രാത്രി വിളിക്കുമ്പം ലേഹ ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, ലേഹേച്ചിയുടെ കാര്യം ഓർത്താൽ ഒരു കണക്കിന് കഷ്ടം, ലേഹേച്ചിക്കും കൂടെ ഒരു കുഞ്ഞുണ്ടാവുമായിരുന്നെങ്കിൽ ആ ഒരു വിഷമം മാറി കിട്ടിയേനെ. ഇതിപ്പോൾ മോളെ സ്ഥിരം അവിടെ നിർത്താനൊന്നും പറ്റില്ലല്ലോ എടുത്തിന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് ഞങ്ങൾ പറഞ്ഞു ലേഹയോട്, പക്ഷേ ലേഹയ്ക്ക് അത് തലയിൽ കയറുന്നില്ല. എന്തായാലും ഇന്ന് മുതൽ ഞാനും കണ്ണേട്ടനും ഓഫീസിലേക്ക് പോകുമ്പം കുഞ്ഞിനെ ലേഹയുടെ അടുത്ത് ആക്കിയിട്ടല്ലേ പോണത്, ഞങ്ങൾ തിരിച്ചു പറഞ്ഞ വരെ ലേഹയ്ക്ക് തന്നെ കുഞ്ഞിനെ നോക്കാമല്ലോ. അതുമാത്രമല്ല, സ്ഥിരമായിട്ട് ഞങ്ങൾ ഓഫീസിൽ പോയി തുടങ്ങിയാൽ എന്ന് ലേഹയുടെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങൾ ഓഫീസിലേക്ക് പോകുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അത് തന്നെ മതി മോളെ, ഇവിടെ നിർത്തിയിട്ട് പോകാനൊന്നും ഞാൻ പറയില്ല, കാരണം ഇവിടെ നിർത്താൻ എനിക്കും വിശ്വാസമൊന്നുമില്ല. ഇവിടെ ആ കരുണ മാറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് ഈ ജന്മം മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് നിങ്ങളുടെ കണ്ണീര് കാണണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, അതിനവൾ ഏതറ്റം വരെയും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തായിടാ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ, ഈ പ്രാവശ്യമെങ്കിലും മോളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റുമോടാന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അതിനുള്ള പരിശ്രമത്തിലെ അമ്മയെ ഞാൻ എന്തായാലും ഞാൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് മോൾക്കൊരു സന്തോഷമെങ്കിലും കൊടുക്കും, അല്ലാതെ ഞാൻ ജയിലിലേക്ക് പോകില്ല. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോൾക്ക് ഇനിയും സന്തോഷം കൊടുത്തില്ലെങ്കിൽ മോൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലടാ, ചിലപ്പം മോൾ വലിയ ആത്മഹത്യയും ചെയ്യുമെന്ന്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഈ പ്രാവശ്യം ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് മോളെ സന്തോഷിപ്പിച്ചിട്ടേ ഞാൻ പോകുള്ളൂ, അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ കുഞ്ഞിന് വിഷം കൊടുക്കാനോ കൊല്ലാനോ ഒന്നും നോക്കണില്ല, നിന്നെ അനന്തുവിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാനാണ് ഞാൻ തീരുമാനിച്ചേക്കണം. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇതെങ്കിലും നടക്കൂടാ, ഇത് നടന്നില്ലെങ്കിൽ നമ്മളുടെ മോളുടെ അവസ്ഥ അറിയാലോ, ഈ ഓണത്തിനെങ്കിലും അവൾക്ക് സന്തോഷിക്കണം, ഈ ഓണത്തിന് കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ കുഞ്ഞുമായിട്ട് സന്തോഷത്തോടുകൂടി നടക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ അത് കരുണമോൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ആ ഉണ്ണിയാണെങ്കിൽ വെറും മണ്ണുണ്ണി തന്നെയാണ്, അവൻ എൻ്റെ സ്വത്തുക്കൾ എഴുതി മേടിച്ച വിവരമൊന്നും മോൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അത് അറിഞ്ഞു കഴിഞ്ഞാൽ മോൾ എങ്ങനെ പെരുമാറുമെന്നും പറയാൻ പറ്റില്ല. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ഒരിക്കലും മോൾ ആ സത്യങ്ങളൊന്നും അറിയരുത് അമ്മേ, ഇപ്പം തന്നെ അമ്മയുടെ സ്വത്തുണ്ടെന്നും പറഞ്ഞാൽ മോള് നിൽക്കണം, ഇനി അതും കൈവിട്ട് പോയി എന്ന് പറഞ്ഞാൽ മോൾക്കത് താങ്ങാൻ പറ്റില്ല, എന്തായാലും ഈ ഓണത്തിന് മോൾക്കൊരു സന്തോഷം ഞാൻ കൊടുക്കുമെന്ന്. സമയത്താണ് കരുണ ഈ പ്രതാപിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. പ്രതാപൻ ഫോൺ എടുത്തതും മോള് വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ മോളെന്ന് ചോദിച്ചതും, അച്ഛാ ഒരു വിശേഷമുണ്ട്, കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ കുഞ്ഞുമായിട്ട് ഇന്ന് അനന്തുവിൻ്റെ വീട്ടിലോട്ട് പോകുക, അതുമാത്രമല്ല കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് അവർ രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് പോകും, പിന്നെ ലേഖ മാത്രമേ ഉണ്ടാവുള്ളൂ കുഞ്ഞിൻ്റെ അടുത്തുനിന്ന്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, അതൊരു നല്ല വാർത്തയാണല്ലോ മോളെ, ഇതിപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും അവിടെ ഇല്ലെങ്കിൽ
എത്രയും പെട്ടെന്ന് നമുക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. അന്നേരം കാരണം പറയുന്നുണ്ട്, ഇതിപ്പോൾ അച്ഛൻ കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് ഇന്നെങ്കിലും അച്ഛൻ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. ഇന്നാണെങ്കിൽ സൗകര്യമായിട്ടുള്ളൊരു ദിവസം, ആ ലേഹ്യം കുഞ്ഞ് മാത്രം അവിടെ ഉണ്ടാവുള്ളൂ. കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇന്ന് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തേക്കാം, മോള് സമാധാനമായിട്ടിരിക്കുക. ഈ ഓണം കണ്ണനും മഹാലക്ഷ്മിക്കും കരയാനുള്ളതും മോൾക്ക് ചിരിക്കാനുള്ളതുമായിരിക്കും. അന്നേരം കരുണ പറയുന്നുണ്ട്, ആദ്യം അച്ഛൻ കാര്യങ്ങൾ നടത്തുക, അതിനുശേഷം ഞാൻ ചിരിക്കണോ കരയണോ എന്ന് തീരുമാനിക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തുവിനെ ലേഖേനെയാണ്. ലേഖയാണെങ്കിൽ രാവിലെ എല്ലാ ജോലികളും ധൃതി പിടിച്ചിങ്ങനെ ചെയ്യുമ്പം അനന്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാ ലേഖ ഇങ്ങനെ ധൃതി പിടിച്ച് ജോലികൾ ചെയ്യണമെന്ന് ചോദിച്ചതും, ഇന്ന് മോളെയും കൊണ്ട് മഹിയും കണ്ണേട്ടനും കൂടി വരുമല്ലോ, അത് മാത്രമല്ല മോളെ ഇവിടെ എൻ്റെ അടുത്ത് ആക്കിയിട്ട് അവർ ഓഫീസിലേക്ക് പോകും, അപ്പം മോളുടെ കാര്യങ്ങൾ നോക്കണ്ടേ, അതുകൊണ്ട് എല്ലാ ജോലികളും തീർത്ത് വയ്ക്കുകയാണെങ്കിൽ മോളുടെ കാര്യം നോക്കിക്കൊണ്ട് എനിക്ക് എവിടെയെങ്കിലും ഇരിക്കാമല്ലോ എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അതിനിവിടുത്തെ ജോലികളെല്ലാം ചെയ്യാൻ ആ ജാനമ്മ വരില്ലേ എന്ന് ചോദിച്ചതും, ജാനമ്മ ഇന്ന് വരുമെന്നൊന്നും അറിയില്ല അനന്തുവേട്ടാ, അവരുടെ മോനെ പാമ്പ് പിടിച്ചിട്ട് ആസ്പത്രിയിലല്ലേ, അതുകൊണ്ട് ഇനി അവർ വന്നില്ലെങ്കിലോ, എന്തായാലും അവർ വരുവാണെങ്കിൽ വരട്ടെ, ഞാൻ ബാക്കി ജോലികളൊക്കെ തീർത്ത് വെച്ചേക്കാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളുടെ ജാനമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ജാനമ്മയെ കണ്ടത് ലേഖ ചോദിക്കുന്നുണ്ട്, അതെന്താ ജാനമ്മ വരാൻ വൈകിയേ, മോനൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതും, അവന് വലിയ മാറ്റമൊന്നുമില്ല, ഒത്തിരി ദിവസം ആസ്പത്രിയിൽ കിടക്കേണ്ടി വരും, അത് മാത്രമല്ല ഒരുപാട് പൈസയും ചിലവാകും എന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് ജാനമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ സഹായിക്കാം, എന്തായാലും കണ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ ആസ്പത്രിയിലെ ബില്ലൊക്കെ അടച്ചോളും. അന്നേരം ജാനമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ മോൻ്റെ ആസ്പത്രി ബില്ല് അടയ്ക്കാനാലോ ആ പ്രതാപൻ കുഞ്ഞിനെ കൊല്ലണമെന്ന് പറയുന്നത്, ഇവരെത്ര നല്ല കുട്ടികളാണ്, ഇവർ പറയണു ആസ്പത്രി ബില്ലൊക്കെ ഇവർ അടച്ചോളാന്ന്, ഞാനിപ്പോൾ എന്ത് ചെയ്യും ഭഗവാനെ, അല്ലാത്തൊരു ചതിയിലാലോ ഞാൻ പെട്ടേക്കണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ലേഖ ചോദിക്കുന്നുണ്ട്, ജാനമ്മ എന്താ ആലോചിച്ച് നിൽക്കണേന്ന് ചോദിച്ചതും, അല്ല നിങ്ങൾക്ക് എത്ര സ്നേഹമുള്ളവരാ, അതുകൊണ്ടല്ലേ നിങ്ങൾ എനിക്ക് പൈസ തരാമെന്നൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല ജാനമ്മ, എന്തായാലും ജാനമ്മ അകത്തേക്ക് അല്ലെന്ന്. അങ്ങനെ ജാനമ്മ അകത്തേക്ക് പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീലമോൾ എന്തെന്ന് ചോദിക്കുമ്പോൾ, മോൾ ഇവിടെ ഇല്ല, മോളും മഹിയും കണ്ണേട്ടനും കൂടി മോളുടെ തറവാട്ടിലേക്ക് പോയേക്കുക, അപ്പം ഇനി ഇങ്ങോട്ട് വരൂലെന്ന് ചോദിച്ചതും, വരും, കുറച്ച് സമയം കഴിഞ്ഞാൽ മഹി മോളുമായിട്ട് വരും, അത് മാത്രമല്ല മോളെ ഇവിടെ നിർത്തിയിട്ട് അവർ രണ്ടുപേരും ഓഫീസിലേക്ക് പോകും, ഇന്ന് മോളെ നോക്കേണ്ട ഉത്തരവാദിത്തം മൊത്തം എനിക്കാം, അതുകൊണ്ട് ജാനമ്മ ഇവിടുത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം. അന്നേരം ജാനമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ ആ പ്രതാപൻ സാറ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സൗകര്യമുള്ള ദിവസം ഇന്ന്, എന്തായാലും അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്കാം, ഞാനിപ്പോൾ കുഞ്ഞിനെ കൊല്ലുകയോ വിഷം കൊടുക്കുകയൊന്നും വേണ്ടല്ലോ, എവിടെയെങ്കിലും സൗകര്യമായിട്ട് കിടത്തിയാൽ മതിയല്ലോ, പിന്നെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഉപദ്രവിക്കുന്നവർക്ക് അതിനുള്ള ശിക്ഷ ഭഗവാൻ കൊടുത്തോളും, എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജു എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്ത് ദുർഗയോട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അമ്മേ കരുണേനെയും ഉണ്ണീനെയും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം, അവരൊക്കെ വന്ന് കഴിച്ചോളും, നിങ്ങളിപ്പോൾ കഴിച്ചിട്ട് പോകാൻ നോക്കുക, അല്ലെങ്കിൽ തന്നെ അവളുടെ ഒപ്പം ഒന്നും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കൊള്ളൂലാന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതല്ല അമ്മേ, ഒരു വീടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേയല്ലേ നല്ലതെന്ന് വയ്ക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അവൾ ഈ സമയത്ത് ഇങ്ങോട്ട് വരാതിരിക്കണേ നല്ലത്, മനസ്സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ, അല്ലെങ്കിൽ അവളുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുമെന്ന്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റതും മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങും, ഇന്ന് മോളിങ്ങോട്ട് വരുമെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ലമ്മേ ഇന്ന് ഞാൻ വരില്ല, ഇനി ഓണത്തിനെ ഞാൻ വരുള്ളൂ, വൈകിട്ട് ഞങ്ങൾ ലേഖയുടെ വീട്ടിൽ തന്നെ നിൽക്കും, കണ്ണേട്ടൻ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ എന്ന്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും കുഞ്ഞായിട്ട് റെഡിയാവാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നീട് മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടനും എടുത്തി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഉണ്ണീനെയും കരുണേനെയും ഇവിടുന്ന് പുറത്താക്കണം, ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവന് ആപത്തായിരിക്കും എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, കാരണം മാറിയതായിട്ടൊന്നും എനിക്ക് തോന്നണില്ല, അവളുടെ മനസ്സിൽ ഇപ്പോഴും എന്തൊക്കെയോ ദുഷ്ടതകളുണ്ട്, ഒരിക്കലും അവൾക്ക് അങ്ങനെ മാറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എങ്ങനെ മാറാനാ, ആ പ്രതാപൻ്റെ അമ്മയല്ലേ അവളെ വളർത്തിയത്, ആ ദുഷ്ടത മൊത്തം അവൾക്കും ഉണ്ട്, എങ്ങനെയെങ്കിലും കണ്ണേട്ടൻ്റെ അടുത്തിടെ സന്തോഷം തകർക്കണമെന്നേ അവൾക്ക് ആഗ്രഹം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും കുഞ്ഞും കൂടി ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അവരെ കണ്ടതും ദുർഗയാണെങ്കിൽ ഓടിച്ചെന്നിട്ട് നീലമോളെ അച്ഛമ്മയുടെ മുത്തേ പോവാണ് ഓടി എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പുന്നാരിക്കുന്നുണ്ട്. ആ സമയത്ത് മഞ്ജുവിനാണെങ്കിൽ ഈ ദുർഗയുടെ പെരുമാറ്റം അത്ര വിശ്വാസമൊന്നുമില്ല, ഇതൊക്കെ അഭിനയാന്നുള്ള രീതിയിൽ തന്നെ മഞ്ജു നിൽക്കുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്, സാരമില്ല അമ്മയൊന്നും പറയണ്ട എന്നുള്ള രീതിയിൽ. പിന്നീട് മഹാലക്ഷ്മി എന്നാൽ ഞങ്ങൾ പോട്ടെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പം, എന്തായാലും ഞാൻ മോളെ കാറിൻ്റെ അവിടം വരെ കൊണ്ടുപോയി തരാമെന്നും പറഞ്ഞ് ദുർഗ മോളെയും കൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ
ഇവർ വെളിയിലിറങ്ങിയ സമയത്ത് കരുണയാണെങ്കിൽ മുകളിൽ നിന്നിട്ട് ഇവർ പോണതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആദ്യം അവരാരും അത് കാണുന്നില്ലെങ്കിലും കണ്ണനും മഹാലക്ഷ്മിയും കാറിൽ കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞതും മഞ്ജു മേളിലിട്ട് നോക്കുമ്പോൾ കരുണ അവിടെ നിൽക്കുന്നത് മഞ്ജു കാണുന്നുണ്ട്. എന്നിട്ട് മഞ്ജു ദുർഗയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ അമ്മേ, അവൾ മുകളിൽ നിന്ന് നോക്കുക, ഏട്ടനും ഏട്ടത്തെയും കുഞ്ഞും പോണത് അറിഞ്ഞിട്ട് അവളൊന്ന് താഴേക്ക് ഇറങ്ങി വരുമോ വെളിയിലേക്ക് ഇറങ്ങി വരുമോ ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഇവർ പോണ കാഴ്ച മേളിൽ നിന്ന് അവൾ കാണുന്നത്. അവളുടെ ഉള്ളിൽ ഇപ്പോഴും ആ ദുഷ്ടതയുണ്ട്. അവൾ ശരിക്കും നമ്മളുടെ മുന്നിൽ അഭിനയിക്കണേ, അവൾക്ക് ഒരിക്കലും നന്നാവാനൊന്നും പറ്റില്ല. അതുമാത്രമല്ല ഏടത്തിയുടെ കണ്ണീര് കാണണം എന്നുള്ള ചിന്ത മാത്രം അവൾക്ക് ഉണ്ടാവുള്ളൂ. അന്നേരം ദുർഗ പറയുന്നുണ്ട്, മോള് പറഞ്ഞത് നേരെ, ആ കരുണയ്ക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. കാരണം അവൾ ചെറുതിലേ മുതൽ മഹാലക്ഷ്മിയെ അവളുടെ വേലക്കാരിയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അവളെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊടുത്തപ്പോഴും ആ പ്രതാപം പറഞ്ഞത് കരുണമോളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് മഹാലക്ഷ്മിയെ അങ്ങോട്ട് വിട്ടേന്ന. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നേരെ തിരിഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ അവൾക്ക് മഹാലക്ഷ്മിയോട് നല്ല പകയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏട്ടനും ഏട്ടത്തെയും കുഞ്ഞും സ്ഥിരമായിട്ട് ഇങ്ങോട്ട് താമസിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉണ്ണിയേട്ടനെയും അവളെയും ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം. ഇപ്പോഴാണെങ്കിൽ ഉണ്ണിയേട്ടനക്ക് അവളുടെ മുത്തശ്ശിയുടെ വീട് അവളുടെ മുത്തശ്ശി എഴുതി കൊടുത്തിട്ടില്ലേ, ഇവർക്ക് അവിടെ പോയി താമസിക്കാമല്ലോ. അന്നേരം ദുർഗ പറയുന്നുണ്ട്, മുത്തശ്ശി വീട് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊരിക്കലും കൊച്ചുമോളോട് ചോദിച്ചിട്ടൊന്നുമല്ല, ഇതുവരെയും കൊച്ചുമോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവളുടെ അഹങ്കാരം ഇവിടുന്ന് ഇറങ്ങിയാൽ മുത്തശ്ശിയുടെ വീട്ടിൽ പോയി താമസിക്കാമല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് അവൾ ഉണ്ണിയെ ഇപ്പോഴും നല്ലോണം പരിഹസിച്ചുകൊണ്ടേ ഇരിക്കണേന്ന്. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, ഉണ്ണിയേട്ടന് അത് തന്നെ വേണം, അവളെ എടുത്ത് തലയിൽ വെച്ചിട്ടല്ലേ അവൾ ഉണ്ണിയേട്ടനോട് ഇങ്ങനെയൊക്കെ പെരുമാറണേ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് വല്ല വാടക വീട്ടിൽ കിടന്നാലും കുഴപ്പമില്ല അമ്മേ, അവരിവിടെ ഒരിക്കലും നിർത്തരുതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി നീലമോളും കൂടി കാറിൽ പോകാണ്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മയുടെ സ്വഭാവമൊക്കെ ഒരുപാട് മാറി കണ്ണേട്ട, പക്ഷെ മഞ്ജു ഇപ്പോഴും അമ്മയെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതെന്തുകൊണ്ടാണെന്നറിയോ, അമ്മ എന്താണെന്നുള്ളത് ശരിക്കും അറിയാവുന്നത് മഞ്ജുവിന്. അതുകൊണ്ടാണ് മഞ്ജു അമ്മയുടെ മാറ്റം വിശ്വസിക്കാത്തത്. ഇത്രയും നാളും തന്നെയും എന്നെയും കൊല്ലണം എന്നുള്ള ചിന്ത മാത്രം അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തന്നെ കാരണം മഹിയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടിട്ട് അമ്മയ്ക്ക് സന്തോഷമായിരുന്നു കുഞ്ഞ് മരിക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചത്. എന്നിട്ട് ഇപ്പം അമ്മ ഇങ്ങനെ മാറിയെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് അമ്മയെ വിശ്വാസം കണ്ടേട്ടാ, അമ്മ ശരിക്കും മാറിയത് തന്നെ, അമ്മയുടെ മുഖത്തൊരു അഭിനയവും കാണുന്നില്ല. ഇനിയിപ്പോൾ അമ്മ മാറിയതല്ലെങ്കിലും തിരിച്ചടി കിട്ടാൻ പോണത് അമ്മയ്ക്ക് തന്നെയായിരിക്കും. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അമ്മ മാറിയാലും തൻ്റെ അനുജത്തിയും എൻ്റെ അനിയനും ഒരിക്കലും മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതുപോലെ തന്നെ ആ പ്രതാപൻ്റെ അമ്മയും മാറുമെന്നും തോന്നണില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധിയായ അമ്മ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുകയാണ്. എന്നിട്ട് കണ്ണ് തുറന്നതും ആ അമ്മയാണെങ്കിൽ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും നീലാംബരിമോളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. കുഴിയിലേക്ക് കാല് നീട്ടിയിട്ടും നിനക്ക് മാറി ചിന്തിക്കാറായിട്ടില്ലല്ലോ. പ്രതാപനെയും പ്രതാപൻ്റെ അമ്മയും മോളെയും ഞാൻ വെറുതെ വിടൂലാന്ന്. പിന്നീട് കാണിക്കുന്നത് ലേഖനെയാണ്. ലേഖയാണെങ്കിൽ ആകെ ഇങ്ങനെ ടെൻഷനായിട്ട് നടക്കുകയാണ്. ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ലേഖ, നീ എന്തിനാ ഇങ്ങനെ വെപ്രാളം പിടിച്ച് നടക്കണേന്ന് ചോദിക്കുമ്പോൾ, അല്ല കണ്ണേട്ടനും മഹിയും നീലമുളയും കൊണ്ട് പോന്നിട്ട് ഒരുപാട് സമയമായല്ലോ, ഇതുവരെ ഇവിടെ എത്താത്ത എന്താണെന്ന് ചോദിച്ചതും അവർ അവിടുന്ന് പുറപ്പെട്ടെന്നല്ലേ പറഞ്ഞത്, ഇപ്പം തന്നെ എത്തുമായിരിക്കും എന്ന് പറഞ്ഞത്. ലേഖ പറയുന്നുണ്ട്, അതിന് അവിടെ നിന്ന് ഇവിടെ എത്താൻ ഇത്രയധികം സമയം വേണോ, ഒരുപാട് സമയമായല്ലോ അവരവിടുന്ന് പോന്നിട്ട്, ഇനി എന്തായിരിക്കും അവരിവിടെ എത്താത്തതെന്ന്. അങ്ങനെ ഇവർ ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്ത് കണ്ണൻ്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണൻ്റെ കാർ വന്നതും ലേഖ നീലമോള് വന്നെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ആ ഒരു സീനിലാണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഒട്ടുപാല് വരുകയും ചെയ്യും. ഒട്ടുപാലിന് മാർക്കോയും സിദ്ധിയായ അമ്മയും ചേർന്ന് നല്ല പണി തന്നെ കൊടുക്കും. പിന്നീട് മാർക്കോ പ്രതാപനെ വീട്ടിൽ കയറി തല്ലുന്ന ഒരു എപ്പിസോഡൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.